കമൽഹാസനും മണിരത്നവും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന തഗ് ലൈഫ് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോടെ എത്തിയ സിനിമയ്ക്ക് പക്ഷേ മികച്ച പ്രതികരണം നേടാനായില്ല. ചിത്രത്തിൽ ചിലംബരസൻ അവതരിപ്പിച്ച കഥാപാത്രം ആദ്യം ചെയ്യാനിരുന്നത് ദുൽഖർ സൽമാനായിരുന്നു. ഇപ്പോൾ ചിത്രം നെഗറ്റീവ് പ്രതികരണങ്ങൾ നേടിയതോടെ ദുൽഖർ സിനിമ ചെയ്യാതിരുന്നത് നന്നായി എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ജസ്റ്റ് മിസ്സാണ് ദുൽഖറിന്റേതെന്നും തഗ് ലൈഫ് ഒഴിവാക്കി ലക്കി ഭാസ്കർ ചെയ്തത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ഒരു ആരാധകൻ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദുൽഖറിന് ചെയ്യാൻ മാത്രമായി തഗ് ലൈഫിൽ ഒന്നുമില്ലായിരുന്നെന്നും ദുൽഖറിന്റെ തിരഞ്ഞെടുപ്പുകളെ അഭിനന്ദിക്കുന്നെന്നും കമന്റുകൾ വരുന്നുണ്ട്. ചുരുക്കം ചില സിനിമകൾ മാറ്റി നിർത്തിയാൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ദുൽഖർ മിടുക്കനാണെന്നും തഗ് ലൈഫിലൂടെ നടൻ അത് വീണ്ടും തെളിയിച്ചിരിക്കുന്നെന്നും പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. തഗ് ലൈഫിൽ നിന്ന് ദുൽഖർ സൽമാൻ പിന്മാറിയതിന് പിന്നാലെ ആദ്യം നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരം വലിയ ബാനറിനും ടീമിനുമൊപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം നടൻ ഒഴിവാക്കിയത് എന്തിനെന്നും ചോദ്യങ്ങൾ വന്നിരുന്നു. എന്നാൽ ഈ തീരുമാനം ഇപ്പോൾ ശരിയാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന അഭിപ്രായങ്ങൾ. തഗ് ലൈഫ് ഒഴിവാക്കി ദുൽഖർ ചെയ്ത ലക്കി ഭാസ്കർ നടന്റെ കരിയറിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. 2024 ഗദ്ദർ തെലങ്കാന ഫിലിം അവാർഡ്സിൽ ദുൽഖറിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഉൾപ്പെടെ 4 അവാർഡുകളാണ് ലക്കി ഭാസ്കറിന് ലഭിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖറിന്റേതായി തിയേറ്ററിലെത്തിയ ലക്കി ഭാസ്കർ മികച്ച പ്രതികരണങ്ങൾ നേടുകയും ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. കേരളത്തിലും സിനിമയ്ക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. അതേസമയം തഗ് ലൈഫിന്റെ ആദ്യ പകുതി തരക്കേടില്ലെന്നും വിഷ്വലുകൾ ഗംഭീരമാണെന്നുമാണ് അഭിപ്രായങ്ങൾ. രണ്ടാം പകുതി നിരാശപ്പെടുത്തിയെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. AR റഹ്മാന്റെ പശ്ചാത്തല സംഗീതം പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ലെന്നും പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്. എന്നാൽ ചിത്രത്തിലെ ഗാനങ്ങൾ കട്ട് ചെയ്തതിലാണ് ചിലരുടെ അതൃപ്തി. പ്രകടനങ്ങളിൽ ചിലംബരസൻ മികച്ചു നിൽക്കുന്നെന്നും കമൽഹാസൻ രണ്ടാം പകുതിയിലെ ചില ഭാഗങ്ങളിൽ വല്ലാതെ താഴേക്ക് പോകുന്നെന്നും പ്രേക്ഷകർ പറയുന്നു. തൃഷയുടെ കഥാപാത്രത്തിനും വിമർശനങ്ങൾ വരുന്നു. കമൽഹാസനും മണിരത്നവും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന തഗ് ലൈഫ് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോടെ എത്തിയ സിനിമയ്ക്ക് പക്ഷേ മികച്ച പ്രതികരണം നേടാനായില്ല. ചിത്രത്തിൽ ചിലംബരസൻ അവതരിപ്പിച്ച കഥാപാത്രം ആദ്യം ചെയ്യാനിരുന്നത് ദുൽഖർ സൽമാനായിരുന്നു. ഇപ്പോൾ ചിത്രം നെഗറ്റീവ് പ്രതികരണങ്ങൾ നേടിയതോടെ ദുൽഖർ സിനിമ ചെയ്യാതിരുന്നത് നന്നായി എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ജസ്റ്റ് മിസ്സാണ് ദുൽഖറിന്റേതെന്നും തഗ് ലൈഫ് ഒഴിവാക്കി ലക്കി ഭാസ്കർ ചെയ്തത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ഒരു ആരാധകൻ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദുൽഖറിന് ചെയ്യാൻ മാത്രമായി തഗ് ലൈഫിൽ ഒന്നുമില്ലായിരുന്നെന്നും ദുൽഖറിന്റെ തിരഞ്ഞെടുപ്പുകളെ അഭിനന്ദിക്കുന്നെന്നും കമന്റുകൾ വരുന്നുണ്ട്. ചുരുക്കം ചില സിനിമകൾ മാറ്റി നിർത്തിയാൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ദുൽഖർ മിടുക്കനാണെന്നും തഗ് ലൈഫിലൂടെ നടൻ അത് വീണ്ടും തെളിയിച്ചിരിക്കുന്നെന്നും പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. തഗ് ലൈഫിൽ നിന്ന് ദുൽഖർ സൽമാൻ പിന്മാറിയതിന് പിന്നാലെ ആദ്യം നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരം വലിയ ബാനറിനും ടീമിനുമൊപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം നടൻ ഒഴിവാക്കിയത് എന്തിനെന്നും ചോദ്യങ്ങൾ വന്നിരുന്നു. എന്നാൽ ഈ തീരുമാനം ഇപ്പോൾ ശരിയാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന അഭിപ്രായങ്ങൾ. തഗ് ലൈഫ് ഒഴിവാക്കി ദുൽഖർ ചെയ്ത ലക്കി ഭാസ്കർ നടന്റെ കരിയറിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. 2024 ഗദ്ദർ തെലങ്കാന ഫിലിം അവാർഡ്സിൽ ദുൽഖറിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഉൾപ്പെടെ 4 അവാർഡുകളാണ് ലക്കി ഭാസ്കറിന് ലഭിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖറിന്റേതായി തിയേറ്ററിലെത്തിയ ലക്കി ഭാസ്കർ മികച്ച പ്രതികരണങ്ങൾ നേടുകയും ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. കേരളത്തിലും സിനിമയ്ക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. അതേസമയം തഗ് ലൈഫിന്റെ ആദ്യ പകുതി തരക്കേടില്ലെന്നും വിഷ്വലുകൾ ഗംഭീരമാണെന്നുമാണ് അഭിപ്രായങ്ങൾ.
രണ്ടാം പകുതി നിരാശപ്പെടുത്തിയെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. AR റഹ്മാന്റെ പശ്ചാത്തല സംഗീതം പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ലെന്നും പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്. എന്നാൽ ചിത്രത്തിലെ ഗാനങ്ങൾ കട്ട് ചെയ്തതിലാണ് ചിലരുടെ അതൃപ്തി. പ്രകടനങ്ങളിൽ ചിലംബരസൻ മികച്ചു നിൽക്കുന്നെന്നും കമൽഹാസൻ രണ്ടാം പകുതിയിലെ ചില ഭാഗങ്ങളിൽ വല്ലാതെ താഴേക്ക് പോകുന്നെന്നും പ്രേക്ഷകർ പറയുന്നു. തൃഷയുടെ കഥാപാത്രത്തിനും വിമർശനങ്ങൾ വരുന്നു.